നമ്മുടെ റിയൽ എസ്റ്റേറ്റിൽ ഒരു ടോക്ക് ഉണ്ട്, മലയാളീസ് ആണ് ഏറ്റവും വലിയ ടഫസ്റ്റ് ക്ലയൻസ് എന്ന്. സോ അവരെ കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് അവരെ ഇത്രയും ടഫസ്റ്റ് ക്ലയൻസ് എന്ന് പറയുന്നത്? മലയാളികൾ ഒരിക്കലും ടഫസ്റ്റ് ക്ലയൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഒരു പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ ആ പൈസ എടുത്ത് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് സ്കാമിൽ പെട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പം MLM, നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ MLM, മണി ചെയിൻ, അതുപോലെ തന്നെ ട്രേഡിങ്, ഒരുപാട് ഇഷ്ടംപോലെ സ്കാമിലും അതുപോലെയൊക്കെ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും അവർ ചിന്തിക്കുന്ന ഇത് സ്കാമാണോ, അവരെടുക്കുന്ന തീരുമാനം റൈറ്റ് ആണോ എന്നുള്ള പേടി കാരണം. സോ അവരുടെ അടുത്ത് നമ്മൾ ഒരുപാട് വട്ടം കൺവിൻസ് ചെയ്യേണ്ടി വരും, ഒരുപാട് വട്ടം അവരുടെ പേടി മാറ്റി കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. അവരെ പെട്ടെന്ന് തന്നെ കൺവിൻസ് ആക്കി പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് തീർക്കാനാണ് അവർ നോക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യിപ്പിച്ച് അവരെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞ് അവരുടെ പേടിയെല്ലാം മാറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരോട് ഗോ ഓൺ ചെയ്യാൻ പറയുന്നത്. സോ അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. സോ ഒരിക്കലും ടഫസ്റ്റ് ക്ലയൻറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരാണ് ഈസി ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത്.